കിഷ്കിന്ധ രാജ്യം തിരിച്ചു ലഭിച്ചതോടെ സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാൻ തുടങ്ങി. ശ്രീരാമന് നൽകിയ വാക്കും കടമയും പാടെ മറന്ന് മദ്യത്തിലും മതത്തിലും ആഴ്ന്നുള്ള മാസങ്ങളായിരുന്നു അവ. രാമൻ നൽകിയ കാലയളവ് കഴിഞ്ഞിട്ടും സീതാന്വേഷണം തുടങ്ങാനുള്ള ലാഞ്ചന പോലുമില്ലാത്ത സുഗ്രീവനോട് രാമകോപത്തിനിരയാവാൻ നിൽക്കാതെ വേണ്ടത് ചെയ്യണമെന്ന് ഹനുമാൻ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് സുഗ്രീവന് ബോധം വരുന്നത്. നാനാ ദിക്കുകളിലും പ്രദേശങ്ങളിലുമായുള്ള വാനരന്മാർക്കെല്ലാം കിഷ്കിന്ധയിൽ എത്തിച്ചേരാൻ സന്ദേശം അയച്ചു സുഗ്രീവൻ. വരാത്ത പക്ഷം അവരെ വധിക്കുമെന്നുള്ള താക്കീതും നൽകി. വാനരന്മാരെ കൂട്ടാനായി കിഷ്കിന്ധയിൽ നിന്നും പോയവർ ഹിമാലയത്തിൽ പണ്ട് നടന്ന ദിവ്യമായ മാഹേശ്വര യോഗത്തിന്റെ ബാക്കി പ്രസാദങ്ങൾ കാണുകയും അത് ഭുജിക്കുകയും ചെയ്തു. ഇത് കഴിച്ചതിൽ പിന്നെ ഒരു മാസത്തേക്ക് അവർക്ക് വിശപ്പ് തോന്നാത്തതുപോലെയുള്ള ഊർജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാനരന്മാർ എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ കിഷ്കിന്ധയിൽ തിരിച്ചെത്തി. രാമകാര്യത്തിന് താമസം വരുത്തിയ സുഗ്രീവനെ ചോദ്യം ചെയ്യാൻ ലക്ഷ്മണൻ കുപിതനായി എത്തിയ ദിവസം തന്നെയാണ് ഈ വാനരന്മാരും തിരിച്ചെത്തിയത്. എല്ലാ ദിക്കുകളിലെയും വാനരന്മാർ പുറപ്പെട്ടു എന്നുള്ള വൃത്താന്തം കേട്ട് ലക്ഷ്മണൻ പുഞ്ചിരി. ശേഷം സുഗ്രീവനും ലക്ഷ്മണനും ശ്രീരാമൻ വസിക്കുന്ന പ്രസവണഗിരിയിലേക്ക് പോയി.